മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ജനുവരി 14-ാം തീയതി ചൊവ്വാഴ്ച പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്കയിൽ നിന്നും മുനമ്പം സമരപ്പന്തലിലേക്ക് മുനമ്പം ഐക്യദാർഢ്യ ലോങ് മാർച്ച് നടത്തുന്നതിന് മുന്നോടിയായി നടന്ന പത്രസമ്മേളനം. നമ്മളുമായി ബന്ധപ്പെട്ട് ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു നേതൃത്വമായതുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് അവർ വന്നത്. അവരെ മുനമ്പത്തുകൊണ്ട് കാണിച്ചു, അവർക്ക് അവിടെ നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അവർ ഈ മനുഷ്യചങ്ങലയുടെ കാര്യങ്ങൾ അറിഞ്ഞു. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം നമ്മുടെ ഇവിടുത്തെ ഈ വൈപ്പിൻകരയുടെ ഒരു വിഷയം ഇത്രയും രൂക്ഷമാണെന്ന് അറിഞ്ഞതിൽ തുടർന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ തിരുവനന്തപുരം മുതൽ ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിവിടെ വരുന്നത്. എല്ലാവർക്കും ഇവിടെ എത്താൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇത്രയും ദൂരം വരുന്നതിന്. പക്ഷേ എങ്കിൽ പോലും അവർ മാക്സിമം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ആദ്യം വന്നപ്പോൾ അവർ കുറച്ചും കൂടി ദൂരമുള്ളൊരു പള്ളിയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മളത് അറിഞ്ഞപ്പോൾ അത്രയും ദൂരത്ത് നിന്ന് നടന്നു വന്നവരെ പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് വീണ്ടും അത് ബസിലിക്ക പള്ളിയിലേക്ക് ആക്കിയത്. പിന്നെ നമ്മുടെ ആർച്ച് ബിഷപ്പിനെ പോയി കണ്ടു, അദ്ദേഹം പറഞ്ഞു ഇവരോടൊപ്പം സഹായിക്കാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയെല്ലാം ഇവിടെ വന്നതിന് ശേഷമാണ് വൈപ്പിൻകരയെ കുറിച്ച് കൂടുതൽ കാര്യം അറിയുന്നതും. ഇതിനു മുമ്പ് ഒരു 2-3 വർഷം മുമ്പ് അവരുടെ നമ്മുടെ സമുദായത്തെ സംരക്ഷിക്കുന്നതിന് വന്നിട്ടുണ്ട്. കാരണം വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല ആനുകൂല്യങ്ങളുമായിട്ട് നമ്മുടെ കത്തടം സെന്റ് ജോർജ് ദേവാലയത്തിനോട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വീണ്ടും നമ്മളുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി, കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ ഈ സമരത്തിന് ഒരു ലോങ് മാർച്ച് തന്നെ. കാരണം എല്ലാ സമരമുറകളും കഴിഞ്ഞു, മനുഷ്യച്ചങ്ങല ഉൾപ്പെടെയുള്ള എല്ലാ സമരമുറകളും കഴിഞ്ഞു. അപ്പോൾ ഒരു ലോങ് മാർച്ച് നടത്തിക്കൊണ്ട് തന്നെ അവർക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് അവർ തീരുമാനിക്കുകയും നമ്മളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തതിന് ശേഷമാണ് അവർ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ അതിനുള്ള എല്ലാവിധ സഹകരണങ്ങളും നമ്മൾ വൈപ്പിൻ മേഖലയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബെന്നിച്ചേട്ടനെയും നമ്മൾ ഈ തരണത്തിൽ ഈ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടുത്തിയത്. ഞാനും ഉൾപ്പെടാൻ കാരണം ഇതാണ്. അപ്പോൾ നമ്മൾ ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ വരുന്ന ഓരോരുത്തരെയും, ഇതിനുവേണ്ടി സമരം ചെയ്യാൻ വരുന്ന ഓരോരുത്തരെയും ഈ ആശയത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം വൈപ്പിൻകരയിൽ നടക്കുന്ന ഈ സമരം 100ാം ദിവസത്തിലേക്ക് കടക്കാൻ നിൽക്കുന്ന ഈ നിമിഷങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വൈപ്പിൻകരയ്ക്ക് വേണ്ടി നമ്മൾ വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തെല്ലാം കൊടുക്കുന്നത്. കമ്മീഷന്റെ മുൻപാകെ ഫറൂഖ് കോളേജിനെ പ്രതിനിധീകരിച്ച് ഫറൂഖ് കോളേജിന്റെ ട്രഷററും വൈസ് ചെയർമാനും അതോടൊപ്പം തന്നെ മായിൻകുട്ടി സീനിയർ അഡ്വക്കേറ്റ് മായിൻകുട്ടി മേത്തർ വന്ന് ജസ്റ്റിസുമായി വളരെ നീണ്ട സമയം, ഏകദേശം 40 മിനിറ്റോളം ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളതിനെ പറ്റി വ്യക്തമായ രീതിയിൽ സംസാരിച്ച് ബോധ്യപ്പെടുത്തി. തുടർന്ന് മുജീബ് റഹ്മാനും അതേപോലെ വഖഫ് സംരക്ഷണ സമിതിയുടെ ആളുകൾ ഇത് വഖഫാണ് എന്നുള്ളത് പറഞ്ഞെങ്കിലും ജസ്റ്റിസ് അസന്നിഗ്ധമായി പറഞ്ഞു ഇത് ക്രയവിക്രയം ചെയ്യുന്നതിനുള്ള അവകാശം ഈ ആധാരത്തിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എങ്ങനെ വഖഫാവും. അപ്പം അതിലെ അങ്ങനെ വളരെ വസ്തുനിഷ്ഠമായിട്ടാണ് ജസ്റ്റിസ് ഇതിലെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇപ്പോൾ ഞങ്ങളെ ഭൂസംരക്ഷണ സമിതിയുടെ സീനിയർ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം, അദ്ദേഹം 15-ാം തീയതി വരും. 15-ാം തീയതി അതോടൊപ്പം തന്നെ വഖഫ് ബോർഡിന്റെ സീനിയർ അഡ്വക്കേറ്റും 15-ാം തീയതി തന്നെ ഹിയറിങ്ങിന് ഹാജരാകും. അപ്പം 3 സീനിയർ അഡ്വക്കേറ്റും ഹാജരാകും എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. 22-ാം തീയതി 15-ാം തീയതിക്ക് ശേഷം 22-ാം തീയതി ഒരു ഹിയറിങ്ങുകളും ഉണ്ടാവും. അതോടുകൂടി കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് അടുത്ത മാസം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് കമ്മീഷൻ പറഞ്ഞു. മീഡിയ പ്രവർത്തകർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. അതുപോലെ തന്നെ ഈ പ്രത്യേക മീറ്റിങ്ങിലേക്ക് സ്വാഗതം നൽകുന്നു. ഇന്ന് ഇവിടെ ഇപ്രകാരം ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വൈപ്പിൻകരയിലുള്ളതായിരിക്കുന്ന വിശേഷാൽ മുനമ്പം ഭാഗങ്ങളിൽ നടക്കുന്ന വഖഫ് നിയമത്തിന് എതിരായിട്ടുള്ളതായ സമരം ചില മാസങ്ങളായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 91 ദിവസങ്ങൾ ഇന്ന് പിന്നിടുമ്പോൾ അവിടെയുള്ളതായ വിശ്വാസ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് എന്ന എല്ലാ ക്രിസ്തീയ സഭകളെയും സംഘടനകളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടന ഇവിടെയുള്ളതായ ജനജീവിതങ്ങൾക്ക്, സമരപന്തലിലായിരിക്കുന്നവർക്ക്, ഈ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ വരുന്ന ദിവസം
ജനുവരി മാസം 2025 14-ാം തീയതി നടത്തുവാൻ പോകുന്ന മാർച്ചിനെ കുറിച്ചുള്ളതായ വിവരം അറിയിക്കുവാനാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വിശേഷാൽ നിങ്ങളെല്ലാവരും വിളിച്ച് വരുത്തിയിരിക്കുന്നു. എല്ലാവർക്കും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം. നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് എല്ലാവർക്കും എൻ്റെ ഹൃദയമായ സ്വാഗതം. നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് എന്നുള്ള ഒരു സംഘടന. ഈ ക്രിസ്ത്യൻ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യന് തന്നെയല്ല, മറ്റുള്ള എല്ലാവരുടെയും പ്രയാസങ്ങളും മനസ്സിലാക്കി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു സംഘടനയാണ്. It is a registered in All India organization, registered in All India level and addressed at Trivandrum. ജില്ലാ പ്രസിഡൻ്റായിട്ട് എനിക്കൊരു അവസരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ MCMGയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്കൊരു ടീമുണ്ട്. അതിൽ വന്നിരിക്കുന്നതാണ് സാം ആൻഡ് മൈസെൽഫ് ആസ് എ പ്രസിഡന്റ്. ഇവിടെ മെയിൻ കാരണം 14-ാം തീയതി നിശ്ചയിച്ചിരിക്കുന്ന ലോങ് മാർച്ച്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഞങ്ങളുടെ പ്രയാസങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയത്. ഈ പള്ളിപ്പുറം മഞ്ഞുമാത പള്ളിയിൽ നിന്ന് ബസിലിക്കയിൽ നിന്ന് ആരംഭിച്ച് 2 മണിക്ക് മുനമ്പം സമരപന്തലിലേക്ക് വന്ന് അവരെ ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്താനായിട്ടാണ് ഈ ലോങ് മാർച്ച് വെച്ചിരിക്കുന്നത്. അതിൽ ബിഷപ്പുമാർ കാണും, അച്ഛന്മാർ കാണും, ദെൻ അതർ ഡിനോമിനേഷണൽ മെമ്പേഴ്സ് എല്ലാവരും അടങ്ങുന്ന ഒരു കൂട്ടമായിട്ടാണ്. 200 മെമ്പേഴ്സാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് വി വോണ്ട് ഞങ്ങൾ മുനമ്പം ഐക്യദാർഢ്യ ലോങ് മാർച്ചിൽ കൂടെ അവർക്ക് സപ്പോർട്ട് ചെയ്യത്തക്കവണ്ണം അവരോട് ചേർന്ന് ഞങ്ങളും കൂടെ ചേർന്ന് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 14-ാം തീയതി 2 മണിക്കാണ് തുടങ്ങുന്നത്. ഏകദേശം 5 മണിക്ക് മുമ്പ് ഞങ്ങൾ മുനമ്പം സമരപന്തലിൽ വന്നു ചേരുന്നതാണ്. അവരുടെ പ്രയാസങ്ങൾ ഞങ്ങൾ പങ്കുചേരുകയും അവർക്ക് വേണ്ടി ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അവരോട് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബിഷപ്പ് ആന്റണി വാലുക്കലാണ്. അതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് റവറൻഡ് ഡോക്ടർ ജിജു ജോർജ് അറക്കത്തറ, ജനറൽ സെക്രട്ടറി ഓഫ് KRLCC. ബ്രോഷേഴ്സ് തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് നോക്കിയത് എടുക്കാൻ സാധിക്കും. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.